5-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വചനം വായിക്കാനാണ് പഠിച്ചത്. 12 മുതലുള്ള വചനം വായിക്കാനാണ് ആത്മാവ് എനിക്ക് നൽകിയൊരു പ്രേരണ. ശ്രവണത്തിൽ പറഞ്ഞ ഹല്ലേലൂയ, യേശുവേ ആരാധന. അപ്പസ്തോലന്മാരുടെ കരങ്ങൾ വഴി ജനമധ്യത്തിൽ വളരെ അടയാളങ്ങളും അത്ഭുതങ്ങളും സംഭവിച്ചുകൊണ്ടിരുന്നു. പ്രസവം വീണ്ടും അപ്പസ്തോല പ്രവർത്തനം 5:13 മുഴുവൻ വായിക്കാൻ പോവുക, ഒരുമിച്ച് കേട്ടോണം. അപ്പസ്തോലന്മാരുടെ കരങ്ങൾ വഴി ജനമധ്യത്തിൽ വളരെ അടയാളങ്ങളും അത്ഭുതങ്ങളും സംഭവിച്ചുകൊണ്ടിരുന്നു. അവർ ഏകമനസ്സോടെ സോളമൻ്റെ മണ്ഡപത്തിൽ ഒന്നിച്ചുകൂടുക പതിവായിരുന്നു. ശ്രവണത്തിൽ പറഞ്ഞ ഹല്ലേലൂയ. അവർ പതിവായി എന്ത് ചെയ്തു? ഒന്നിച്ചു കൂടിയിരുന്നു. ശ്രവണത്തിൽ പറഞ്ഞ ഹല്ലേലൂയ. പതിവായി, വല്ലപ്പോഴും അല്ല, സ്ഥിരമായിട്ട് ഒരുമിച്ച് കൂടുകയാണ്. ശ്രവണത്തിൽ പറഞ്ഞ ഹല്ലേലൂയ. ആരുടെ നാമത്തിൽ? ഉറക്കെ പറഞ്ഞ് ആരുടെ നാമത്തിൽ പറഞ്ഞ്? യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ. ശ്രവണത്തിൽ പറഞ്ഞ ഹല്ലേലൂയ. അപ്പം ആ സമയത്താണ് ഈ അടയാളങ്ങളും അത്ഭുതങ്ങളും സംഭവിക്കുന്നത്. പതിവായി ഒരുമിച്ച് കൂടി കർത്താവിനെ ഉദ്ധിതനായ ഈശോയെ ഏറ്റുപറഞ്ഞ് ആരാധിച്ചു കൊണ്ടിരിക്കുന്ന സമയങ്ങളിൽ അപ്പസ്തോലന്മാരുടെ കരങ്ങളിലൂടെ ജനമധ്യത്തിൽ വളരെ അടയാളങ്ങളും അത്ഭുതങ്ങളും സംഭവിച്ചുകൊണ്ടിരുന്നു. ഇന്നലെ ഞാൻ അണക്കരയിൽ വായിച്ചൊരു വലിയൊരു സാക്ഷ്യമുണ്ട്, വലിയൊരു മിറക്കിൾ. നമ്മുടെ ഇവിടുത്തെ താമസിച്ചുള്ള ധ്യാനം നടക്കുന്ന സമയത്ത് ഇവിടെ ഉണ്ടായാലും വലിയൊരു മിറക്കിൾ. പ്രൈസ് ദി ലോർഡ്. ഒരു മകള് രോഗിയായി. മകളുടെ പ്രശ്നം, മകളുടെ യുട്രസിനകത്തൊരു മുഴ, സാധാരണ മുഴയല്ല, അത് പറഞ്ഞെങ്ങനെയാണ് 3 മാസം വളർന്ന ഒരു കുഞ്ഞിൻ്റെ വലിപ്പമുണ്ട്. അപ്പം അത് ഓപ്പറേറ്റ് ചെയ്ത് നിൽക്കുക എന്നുള്ളത് ഡേഞ്ചർ അല്ല, വേറൊരു വഴിയൊന്നും. ഓപ്പറേഷൻ ചെയ്യുന്ന ഒറ്റ മൊത്തത്തോടെ എടുത്തുകളാം. പക്ഷേ ഇവള് ചെറുപ്പക്കാരെത്തി. പ്രസലോഷം. അപ്പം ആകെ ഭയങ്കര സീരിയസ് ആയി, ക്യാൻസർ ആകാൻ അത്ര സീരിയസ് ആയി. അപ്പോഴിവർ പറയുകയാണ് ആകത്ത്. അപ്പോൾ ഇവർ പറഞ്ഞു ഡോക്ടർ ഓപ്പറേഷൻ, അപ്പോൾ അതിന് മുമ്പായിട്ട് ധ്യാനം കൂടാനോ. പ്രൈസലോഷ്. അപ്പോൾ ഈ ആരാധനയുടെ പ്രയറിൻ്റെ സമയത്ത് ഈശോയുടെ നാമത്തെ ബന്ധിക്കുന്നു എന്ന് ഞാനിങ്ങനെ പറഞ്ഞപ്പോൾ ഈ മകൾ പറയുക, ഞാൻ എൻ്റെ ഉദരത്തിലുള്ള രോഗപീഠകളെ അച്ഛൻ പ്രാർത്ഥിച്ച് ബന്ധിച്ചുകൊണ്ട് സമയത്ത് ഞാൻ എൻ്റെ ഉദരത്തിൻ്റെ ഭാഗത്ത് 3 കുരിശിട്ടു. പ്രൈസലോഷ്. ആ സമയത്ത് എന്തോ ഒരു വലിയൊരു ശക്തി എൻ്റെ ശരീരത്തോട് ഇറങ്ങി പോകുന്ന അനുഭവിച്ചു. പ്രൈസലോഷ്. ഈ മകൾ പറയുകയാണ്, ധ്യാനം കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞ് ആശുപത്രി ചെന്നിട്ട് യൂട്രസ് പരിശോധിക്കുമ്പോൾ ഇങ്ങനെയൊരു മുഴ അതിനകത്ത് കാണാനില്ല. പ്രൈസലോഷ്. പതിവായി ഒരുമിച്ച് കൂടി ഈശോയെ ആരാധിക്കുന്ന സമയത്ത് അതിന് നേതൃത്വം കൊടുക്കുന്ന അപ്പസ്തോലന്മാരുടെ കരങ്ങളിലൂടെ കൃപയൊഴുകണമെന്നുള്ളത് ദൈവവചനത്തിൻ്റെ നിയമമാണ്. ഒരുമിച്ച് കൂടി ഈശോയെ ആരാധിക്കുകയും സ്തുതിക്കുകയും ഏറ്റുപറയുകയും ചെയ്യുന്ന സംഭവിക്കുമ്പോൾ ആ നേതൃത്വം കൊടുക്കുന്ന അപ്പസ്തോലൻ്റെ കരങ്ങളിലൂടെ ജനമധ്യത്തിലേക്ക് കൃപയൊഴുകണമെന്നുള്ളത് ദൈവിക നിയമമാണ്, സുവിശേഷത്തിൻ്റെ നിയമമാണത്. പ്രസ്തോഷ് അസംഭവിക്കുക തന്നെ ചെയ്തിരിക്കും. സർവ്വത്തിൽ പ്രത്യേകം ഹല്ലേലൂയ. അടുത്തത്, മറ്റുള്ളവരിൽ ആരും തന്നെ അവരോട് ചേരാൻ ധൈര്യപ്പെട്ടില്ല. ഒന്ന് പറഞ്ഞേ, വചനം പറഞ്ഞേ. മറ്റുള്ളവരിൽ ആരും തന്നെ അവരോട് ചേരാൻ ധൈര്യപ്പെട്ടില്ല. അപ്പോസ്തല പ്രവർത്തനത്തിൻ്റെ 5:13 പറയുന്നതാണ്. മറ്റുള്ളവരിൽ ആരും തന്നെ അവരോട് ചേരാൻ ധൈര്യം. സർവ്വത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. ഈ ഒരുമിച്ച് കൂടണമെങ്കിൽ ഒരു ധൈര്യം വേണം. സർവ്വത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. ഒരുമിച്ച് കൂടി ഇവിടുന്ന് വചനം കേൾക്കും, ഒരു ധൈര്യം, ആത്മാവിൻ്റെ ഒരു ധൈര്യമുണ്ട്. വീടും കുടുംബമൊക്കെ ഇട്ടെറിഞ്ഞ് ഇവിടെ വന്നിരിക്കണമെങ്കിൽ ഒരു ധൈര്യമുണ്ട്. പ്രൈസ് ദി ലോർഡ്. എല്ലാം മാറ്റിവെച്ച് ഇവിടെ വന്നിരിക്കണമെങ്കിൽ ഒരു ധൈര്യമുണ്ട്. സർവ്വത്തിൽ പ്രത്യേക ഹല്ലേലൂയ. ചുറ്റുമുള്ള എല്ലാ സാഹചര്യങ്ങളെയും എല്ലാം മാറ്റിവെച്ചിട്ട് സഭയുടെ കൂട്ടായ്മയിൽ ഇരിക്കണമെങ്കിൽ ഒരു പ്രത്യേകമായൊരു ആത്മാവിൻ്റെ, പരിശുദ്ധാത്മാവിൻ്റെ ധൈര്യം ഉണ്ടാകണം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇതാണ് എവിടെയെല്ലാം ഒരുമിച്ച് കൂടി വചനപ്രസംഗം, ദൈവവചനം, സുവിശേഷം പ്രസംഗിക്കപ്പെടുന്നു. ആ സമയങ്ങളിൽ ആ സുവിശേഷം പ്രസംഗിക്കുന്ന വ്യക്തികൾ ആരാണോ അവരുടെ കരങ്ങളിലൂടെ കർത്താവ് അടയാളങ്ങൾ, അത്ഭുതങ്ങൾ പ്രവർത്തിക്കണമെന്നുള്ളത് ദൈവിക നിയമമാണത്, വചനത്തിൻ്റെ നിയമമാണ്. സംഭവിക്കുക തന്നെ ചെയ്തിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മറ്റുള്ളവരിൽ ആരും തന്നെ അവരോട് ചേരാൻ ധൈര്യപ്പെട്ടില്ല, എന്നാൽ ജനം അവരെ ബഹുമാനിച്ചു പോന്നു. സർവ്വത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോസ്തലന്മാരെ ആര് ബഹുമാനിച്ചു? ജനം, വിശ്വാസികൾ, കർത്താവിനെ അറിഞ്ഞവർ, ഈശോയെ സ്നേഹിക്കുന്നവർ, ഈശോയെ അംഗീകരിക്കുന്നവർ, ഈശോയെ ഏറ്റുപറഞ്ഞവരെല്ലാം അവരെ ബഹുമാനിക്കുന്നു. സർവ്വത്തിൽ പറഞ്ഞ ഹല്ലേലൂയ. അടുത്ത വചനം വായിക്കുകയാണ്. കർത്താവിൽ വിശ്വസിച്ച പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും സംഖ്യ വർദ്ധിച്ചുകൊണ്ടേയിരുന്നു. സർവ്വത്തിൽ പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിൽ വിശ്വസിച്ച പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും സംഖ്യ
വർദ്ധിച്ചുകൊണ്ടേ. സർവ്വത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. 11 വർഷം മുമ്പ് ഞാൻ അണക്കരയിൽ ശുശ്രൂഷ തുടങ്ങുമ്പോൾ മാക്സിമം ആദ്യത്തെ ദിവസങ്ങളിലെ ശുശ്രൂഷയ്ക്ക് ചെല്ലുന്ന 11 വർഷം മുമ്പ് ഞാൻ ചെല്ലുമ്പം ഞാനും ഒരു ചേട്ടനും മാത്രമുണ്ട്, ഒരു സഹോദരനും മാത്രമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഒറ്റയ്ക്ക് തുടങ്ങും. സർവ്വത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. അതിനുശേഷം 20 പേര്, മാക്സിമം ഒരു 15-20 പേരുണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പക്ഷെ ഞാൻ അതിൻ്റെ നടുവിൽ നിന്നുകൊണ്ട് ഈ 20 പേർക്ക് കർത്താവിൻ്റെ വചനം വിശുദ്ധിയോടെ കൊടുക്കാൻ തുടങ്ങി. പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ വചനം കൊടുക്കാൻ തുടങ്ങിയപ്പോൾ ഇതുപോലെ തന്നെ ജനസംഖ്യ വർദ്ധിച്ചുകൊണ്ടിരിക്കുക. സർവ്വത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. സഭ വളരണമെങ്കിൽ ഒരൊറ്റ വഴിയേ ഉള്ളൂ, സുവിശേഷ പ്രസംഗം ശക്തമാക്കണം. പ്രൈസ് ദി ലോർഡ്. എല്ലായിടത്തും കർത്താവിൻ്റെ വചനം വിശുദ്ധിയോടെ പകരുന്ന മക്കളുണ്ടാകണം. പ്രൈസ് ദി ലോർഡ്. ജനസംഖ്യ വർദ്ധിക്കാതെ പോകുന്നതിൻ്റെ കാരണം പലപ്പോഴും സുവിശേഷ പ്രസംഗം അത് ചെയ്യാതെ പോകുമ്പോൾ അത് വേണ്ടവണ്ണം ചെയ്യണം. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു ചെയ്യണം. പ്രൈസ് ദി ലോർഡ്. പരിശുദ്ധാത്മാവ് നിറഞ്ഞപ്പോൾ സംഖ്യ വർദ്ധിച്ചുകൊണ്ടിരിക്കും. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. കാരണം അത് ഒരുമിച്ച് കൂട്ടുന്ന ആരാണ്? ആരാ കൂട്ടുന്നത്? പരിശുദ്ധം. നമ്മുടെ കുടുംബത്തിൽ തന്നെയാണ്. കുടുംബത്തിലും ദൈവവചനം തുടങ്ങിക്കഴിഞ്ഞ് ദൈവവചന പ്രഘോഷണം അപ്പനും അമ്മയും വചനാധിഷ്ഠിതം ജീവിക്കാൻ തുടങ്ങുമ്പോൾ ആ കുടുംബത്തിൽ മക്കളുണ്ടാകും, മക്കൾ വളരും, മക്കൾ അഭിഷേകം കൊണ്ട് നിറയും. സുവിശേഷമാണ് ശരിക്കും യഥാർത്ഥത്തിലുള്ള പൊതുജന്മം നൽകുന്ന വിത്ത്. ഞാൻ നോക്കുന്നുണ്ട്, അന്ന് 20 പേര് പോലും ഇല്ലാത്തൊരു ദിവസം, ഒരു വെള്ളിയാഴ്ച ദിവസം ഞാനിങ്ങനെ കുർബാന അർപ്പിക്കാനായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ആ സമയത്താണ് ഒരു വയനാട്ടിൽ നിന്നൊരു ഫാമിലി അവിടെ വന്നിട്ട് അവരിങ്ങനെ ഈ ശരിക്കും പറഞ്ഞാൽ ഒരു തളർന്ന് കിടന്ന ഒരു അമ്മയും കൂട്ടിക്കൊണ്ട് വരും. ഹസ്ബൻഡും വൈഫും കൂടിയാണ്. 50 വയസ്സിലും പ്രായമുണ്ട്. 10 വർഷമായിട്ട് ചികിത്സിച്ച് വയ്യാതെ കിടക്കുക. അപ്പോൾ ഇങ്ങനെ കിടക്കുന്ന ഈ അമ്മേനെ എടുത്തുകൊണ്ട് പോകുന്നു. നടക്കത്തില്ല, കംപ്ലീറ്റ് പാരലൈസ്ഡായിട്ട് രീതിയിലാണ്, ഒരു രക്ഷയില്ല. അപ്പോൾ അവിടെ കൊണ്ടുവന്നു, എൻ്റെ മുറിയിൽ കൊണ്ടുവന്നു. ഒരു സൗകര്യവും ഇല്ല ഇവിടത്തേക്ക്, ഒരു സൗകര്യം. അവിടെ ഇങ്ങനെ 4-5 കസേര ഇങ്ങനെ ചേർത്തിടിപ്പിച്ചിട്ട് അതിൻ്റെ മുകളിൽ കയറ്റി അമ്മേനെ കിടത്തി, ഹസ്ബൻഡ് വൈഫിനെയും കിടത്തി. മക്കൾ കൂടെയുണ്ട്. വല്ലരും കരച്ചിൽ. അമ്മ 10 വർഷമായിട്ട് തളർന്ന് കിടക്കുക. അപ്പം ഞാൻ പറഞ്ഞു, എന്തിനാ ഇവിടെ വന്നത്? ഞങ്ങൾക്കൊരു ഉൾപ്രേരണ കിട്ടി. പ്രൈസ് ദി ലോർഡ്. ഞാൻ ആരോ പറഞ്ഞു, പരിശുദ്ധാത്മാവിന് കൊടുത്തു. സംഭവിച്ചാൽ അതിനുശേഷം ഞാൻ ഇവരുടെ തലയിൽ, അപ്പോൾ അതിന് ശേഷം കുർബാന അർപ്പിച്ചിട്ട് ഞാനിങ്ങനെ നിൽക്കുക. ദൈവം എന്നെ ചെയ്യണം? ഇവരിങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുക. പ്രാർത്ഥിക്കാൻ ഈശോനോട് പറയും. അപ്പം ഞാൻ ഇയാളുടെ തലയിൽ കൈവച്ചിട്ട് കുരിശ് വരച്ചുകൊണ്ട് യേശുവിൻ്റെ നാമത്തിൽ ബന്ധിക്കുന്നു, ഈശോയുടെ നാമത്തിൽ കൽപ്പിക്കുന്നു. അങ്ങ് പറഞ്ഞു നോക്കുക. പ്രൈസ് ദി ലോർഡ്. അങ്ങ് എഴുന്നേക്കാൻ. പ്രൈസ് ദി ലോർഡ്. ഈ സുവിശേഷ വചനം പ്രസംഗിക്കുന്നവർ പറഞ്ഞാൽ എഴുന്നേൽക്കും. പ്രൈസ് ദി ലോർഡ്. വേറെ എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് നടക്കുന്നവൻ പറഞ്ഞാൽ എഴുന്നേൽക്കുകയല്ല. പ്രൈസ് ദി ലോർഡ്. സുവിശേഷ വചനം തന്നെ പറഞ്ഞുകൊണ്ട് നടക്കുന്നവൻ പറഞ്ഞാൽ എഴുന്നേൽക്കും. സർവ്വത്തിൽ പറയും ഹല്ലേലൂയ. അടുത്ത നിമിഷം ഈ അമ്മ അങ്ങ് എഴുന്നേറ്റു. പ്രൈസ് ദി ലോർഡ്. പൂർണ്ണമായിട്ട് അങ്ങ് സൗഖ്യപ്പെട്ടു. ഈ സമയത്ത് എൻ്റെ മുറിയിൽ നിന്ന് ഈ മനുഷ്യൻ്റെ ഭർത്താവും ഈ സ്ത്രീയുടെ ഭർത്താവും മക്കളുടെ കൂട്ടൊക്കെ അരച്ചു. അപ്പോൾ എൻ്റെ മുറിയുടെ വെളിയിലുണ്ടായിരുന്ന ആളുകളാണ്ട് വാതിലെല്ലാം ഇടിച്ചു പൊളിച്ചു തള്ളി തുറന്നു ആളെഴുതി നടക്കുന്നത്. അപ്പം ഞാൻ നോക്കി, വചനപ്രസംഗം തുടങ്ങി. ഇപ്പോൾ പെട്ടെന്ന് ആത്മാക്കളെ കർത്താവ് കൂട്ടിക്കൊണ്ടുവരാൻ തുടങ്ങി. പ്രൈസ് ദി ലോർഡ്. സുവിശേഷം പ്രസംഗിച്ചെങ്കിൽ മാത്രമേ അഭിഷേകങ്ങൾ സഭയിലേക്ക് ഒഴുകപ്പെടുകയുള്ളൂ. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ ഇവിടെ ഈ ആലയത്തിൻ്റെ ഈ നല്ല കൃപയുടെ വലിയൊരു സ്ഥലമാണ് ഈ ജെറുസലേം. ഇതിലെ നിങ്ങൾ ശരിക്കും നിങ്ങൾ വചനം കൊണ്ട് നിറഞ്ഞു കഴിയുമ്പോൾ സർവ്വത്തെ പറഞ്ഞ് ഹല്ലേലൂയ. നിങ്ങൾ വീട്ടിലും ജീവിതത്തിലും സുവിശേഷം പ്രസംഗിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ അവിടെയെല്ലാം അത്ഭുതങ്ങൾ, അടയാളങ്ങൾ സംഭവിക്കണം എന്നുള്ളത് തിരുവചനത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നിയോഗമാണ്. തീർച്ചയായിട്ടും സംഭവിച്ചു. സർവ്വത്തെ പറഞ്ഞ് ഹല്ലേലൂയ. ആരെങ്കിലും പരിശുദ്ധാത്മാവിന് അടിമ വെച്ചാൽ ആ വ്യക്തിയിലൂടെ ദൈവത്തിന് പ്രവർത്തിക്കാതിരിക്കാൻ പറ്റില്ല. സ്തുതിക്കുന്നു. നമ്മുടെ കുടുംബങ്ങളിലൊക്കെ ഇന്ന് അന്ധകാരം കയറുന്നതിൻ്റെ കാരണം സുവിശേഷം പ്രസംഗിക്കുന്നില്ല, നമ്മുടെ വിശേഷം പ്രസംഗിക്കുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ചെല്ലുമ്പോൾ ചോദിക്കുമ്പോൾ എന്നുണ്ട്, ഇവിടെ ഞങ്ങൾക്ക് ഇന്ന ബിസിനസ്സാണ്, ഞങ്ങൾക്ക് ആ കടയുണ്ട്, ഈ സ്വർണ്ണക്കടയുണ്ട്, ഞങ്ങൾക്ക് ഇന്ന ബിസിനസ്സുണ്ട്. ഇതെല്ലാം നമ്മുടെ വിശേഷങ്ങൾ എഴുന്നള്ളിക്കുന്നു. പക്ഷേ സുവിശേഷം പറയത്തില്ല. സുവിശേഷം പറഞ്ഞാൽ അവിടെ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുക തന്നെ ചെയ്തിരിക്കും. പ്രൈസ് ദി ലോർഡ്. അത് സുവിശേഷത്തിൻ്റെ നിയമമാണ്. സർവ്വത്തിൽ ഹല്ലേലൂയ. അതാണ് മർക്കോസ് സുവിശേഷം 16:15 ഈശോ പറഞ്ഞു, നിങ്ങൾ ലോകമെങ്ങും പോയി സമസ്ത ശിക്ഷികളോടും എന്ത് പ്രസംഗിക്കാനാണ് പറഞ്ഞത്? സുവിശേഷം പ്രസംഗിച്ചാൽ നിങ്ങൾ സുവിശേഷം പ്രസംഗിച്ചാൽ മതി. ബാക്കിയുള്ള കാര്യം ആര് ചെയ്യും?
പരിശുദ്ധാത്മാവ് ചെയ്തു. സർവ്വത്തെ പ്രത്യേകം ഹല്ലേലൂയ. അത് തന്നെയാണ് മർക്കോസ് സുവിശേഷം 16:19-20 പറയും. അവരെല്ലായിടത്തും പോയി സുവിശേഷം പ്രസംഗിച്ചു. കർത്താവ് അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിച്ചുകൊണ്ട് വചനത്തെ സ്ഥിരീകരിച്ചു. അവർക്ക് പ്രത്യേകം ഹല്ലേലൂയ. അത് കൈയടിച്ച് കർത്താവ് പറഞ്ഞ യേശുവേ സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. സർവ്വത്തെ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ പറയും ഏറ്റവും കൂടുതൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം ഇത് പറയാൻ വേണ്ടി അച്ഛൻ വന്നത്. അതായത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം, ഈശോ മിശിഹായുടെ പ്രവർത്തനം അറിയാൻ നീ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നീ ജീവിതം കൊണ്ടും വാക്കുകൾ കൊണ്ടും സുവിശേഷം തന്നെ പ്രസംഗിച്ചു കൊണ്ടിരിക്കണം. അങ്ങനെ പ്രസംഗിച്ചു കൊണ്ടിരിക്കുകയാണ് എങ്കിൽ 100% ഉറപ്പ് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം നീ കാണുക തന്നെ ചെയ്തിരിക്കും. കൈയടിച്ച് കർത്താവ് പറയാം ഹല്ലേലൂയ. 2 കരമെടുത്ത് ഹല്ലേലൂയ, ശക്തിയോടെ ഹല്ലേലൂയ. നല്ല ദൈവത്തിൻ്റെ മക്കളാണ് നമ്മൾ. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു സുവിശേഷ വേല നടക്കുന്ന ഈ ആലയത്തിൽ നിൽക്കുമ്പോൾ നിങ്ങൾ വചനത്തെ ഹൃദയത്തിൽ അങ്ങ് സ്വീകരിച്ച് വചനത്തിന് ജീവിതം വിട്ടുകൊടുത്ത് വചനം പ്രസംഗിക്കണം. ഈശോയുടെ പരിശുദ്ധാത്മാവിനോട് ഐക്യപ്പെടണം, ചേർന്നിരിക്കുമ്പോൾ അവിടെ കൃപയുടെ പ്രവർത്തനം ഉണ്ടാവും. സർവ്വത്തെ ഹല്ലേലൂയ. സ്ത്രീകളുടെയും കർത്താവിൽ വിശ്വസിച്ച പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും സംഖ്യ വർദ്ധിച്ചുകൊണ്ടേയിരുന്നു. സർവ്വത്തെ പറഞ്ഞ ഹല്ലേലൂയ. നമുക്കറിയാം പത്രോസ്ലീഹ ആദ്യത്തെ സുവിശേഷം, അതായത് പെന്തക്കോസ്ത് കഴിഞ്ഞ ഒറ്റ സുവിശേഷ പ്രസംഗമാണ്. ആ സുവിശേഷം പ്രസംഗിച്ച് കഴിയുമ്പോൾ 3000 പേര് മാമോദീസ സ്വീകരിച്ചു. 3000 പേരിൽ പരിശുദ്ധാത്മാവ് എന്ന് പറഞ്ഞു. കാരണം പരിശുദ്ധാത്മാവ് നിറഞ്ഞ പത്രോസ് വചനം പ്രസംഗിക്കുമ്പോൾ ആ പ്രസംഗിക്കുന്നവനിലൂടെ ആര് വെളിപ്പെടും? പരിശുദ്ധാത്മാവ് വെളിപ്പെട്ടോട്. സർവ്വത്തെ പ്രത്യേക ഹല്ലേലൂയ. അതാണ് ഈ സുവിശേഷ ധ്യാന കേന്ദ്രങ്ങളുടെ പ്രത്യേകത. കാരണം അവിടെ പരിശുദ്ധാത്മാവ് പ്രസംഗിക്കുന്നു. പരിശുദ്ധാത്മാവ് നിറഞ്ഞ ഒരാൾ പറയുമ്പോൾ കേൾക്കുന്ന മുഴുവൻ ആളുകൾക്കും പരിശുദ്ധാത്മാവിനെ കിട്ടിയിരിക്കും. യാതൊരു സംശയമില്ല. കൈയടിച്ച് കർത്താവ് പറയും ഹല്ലേലൂയ. അതാണ് അപ്പോസ്തല പ്രവർത്തനം 10:44 പത്രോസ് ഇത് പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ കേട്ടുകൊണ്ടിരുന്ന എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവ് വന്നു. സർവ്വത്തെ പ്രത്യേക ഹല്ലേലൂയ. അപ്പോൾ നിങ്ങൾ ഈ വചനം കേൾക്കുമ്പോൾ വെറുതെ ഇവർ കേൾക്കുകയല്ല, നിങ്ങൾ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള കാര്യം നിങ്ങൾ തിരിച്ചറിയുക. കൈയടിച്ച് കർത്താവ് നന്ദി പറഞ്ഞേ, നന്നാടി കടിച്ച് 2 കരം എടുത്ത് പറയും ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശ്വേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അടുത്ത വലിയൊരു വചനം വായിക്കും. കർത്താവിൽ വിശ്വസിച്ച പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും സംഖ്യ വർദ്ധിച്ചുകൊണ്ടേയിരുന്നു. അവർ രോഗികളെ തെരുവീതികളിൽ കൊണ്ടുവന്ന് കിടക്കുകളിലും കട്ടിലുകളിലും കിടത്തിയിരുന്നു. പത്രോസ് കടന്നു പോകുമ്പോൾ അവൻ്റെ നിഴലെങ്കിലും അവരിൽ ഏതാനും പേരുടെ മേൽ പതിക്കുന്നതിന് വേണ്ടിയായിരുന്നു. സർവ്വത്തെ പറഞ്ഞ ഹല്ലേലൂയ. അതിന് കാരണം എന്താ? പരിശുദ്ധാത്മാവ് നിറഞ്ഞവൾ പോകുമ്പോൾ അവരെ നിഴലടിച്ചാ മതി. ആ നിഴലിൽ പോലും പരിശുദ്ധാത്മാവുണ്ട്. സ്തുതിക്കുന്നു. പരിശുദ്ധാത്മാവ് നിറഞ്ഞവന്റെ നിഴലിൽ പോലും ആരുണ്ട് പറഞ്ഞ് പരിശുദ്ധാത്മാവുണ്ട്. സർവ്വത്തെ പ്രത്യേക ഹല്ലേലൂയ. പരിശുദ്ധാത്മാവൻ നിഴലടിച്ചാൽ തന്നെ അവിടെ അടയാളം അത്ഭുതം സംഭവിച്ചിട്ട്. കൈയടിച്ച് കർത്താവ് നന്ദി പറഞ്ഞ യേശുവേ സ്തുതിക്കുന്നു. പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആദ്യം നമ്മൾ ശിഷ്യന്മാരായിരിക്കും. കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ഗുരുക്കന്മാരായിട്ട് മാറും. അത് പരിശുദ്ധാത്മാവിൻ്റെ പദ്ധതി. ഈശോയുടെ 12 ശിഷ്യന്മാരായിട്ട് ഈശോയുടെ കൂടെ അവർ നടന്നു. ഈശോയുടെ കൂടെ എല്ലാം നടന്നു. അങ്ങനെ ഈശോ കൊടുത്ത വചനെല്ലാം പഠിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ അപ്പസ്തോലന്മാരായിട്ട് ഉയർത്തപ്പെട്ടു, ഗുരുക്കന്മാരായിട്ട് മാറി. സർവ്വത്തെ ഹല്ലേലൂയ. അവരുടെ ശിഷ്യന്മാരോ, അവർക്ക് വീണ്ടും ശിഷ്യന്മാരുണ്ട്. ആ ശിഷ്യന്മാർ വീണ്ടും അവരും ആ അപ്പസ്തോലനിലൂടെ വചനം കേട്ടു, വചനം പഠിച്ചു. കുറച്ച് കഴിയുമ്പോൾ അവരും അപ്പസ്തോലന്മാരായിട്ട് മാറി. സർവ്വത്തെ പ്രത്യേക ഹല്ലേലൂയ. അതായത് ഇവിടെ വന്ന് വചനം കേൾക്കുന്ന ദൈവമക്കളെ, വചനം കേട്ട് നീ ഒരു ക്രിസ്തു ശിഷ്യനായിട്ട് മാറണം. ക്രിസ്തു ആദ്യ ശിഷ്യത്വം ഏറ്റെടുക്കും. ശിഷ്യത്വം ആദ്യത്തേത് യു ഹാവ് ടു ബിക്കം എ ഡിസൈപ്പിൾ ആകണം. വചനത്തിൻ്റെ ശിഷ്യനായിട്ട് മാറണം, കേൾക്കണം. അപ്പോൾ ആദ്യം ഗുരു ആകരുത്. ചിലർക്ക് വരുന്ന വലിയ കുഴപ്പതാ, വരുമ്പോഴേ ഒറ്റയാഴ്ച ധ്യാനം കഴിയുമ്പോൾ അവൻ ഗുരുവാകും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരാഴ്ച കഴിയുമ്പോൾ ഗുരുവാകരുത്. സമയമുണ്ട്.
ഈശോ ശിഷ്യന്മാരെയും കൊണ്ട് 3.5 വർഷം കൂട്ടത്തിൽ കൊണ്ട് പ്രിസലോഷ് ശിഷ്യന് കുറച്ച് ഇപ്പോൾ അവർ ഗുരുക്കന്മാരായിട്ട് പാടും. അതുകൊണ്ട് ഈ ആലയം ഞാൻ തീർച്ചയായിട്ടും വിശ്വസിക്കുന്നു, ഈ ആലയത്തിലൂടെ വചനം സ്വീകരിച്ച് അനേകം അപ്പസ്തോലന്മാർ സഭയിൽ ഉണ്ടായിട്ടുണ്ട്, വൈദികർ സന്യസ്തരുണ്ടായിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സാർ കൈയടിച്ച് കടന്നു പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതും അതിൻ്റെ നിയമമാണ്, അതും അതിൻ്റെ ഒരു പരിശുദ്ധാത്മാവിൻ്റെ നിയമമാണ്. വചനത്തിൻ്റെ മുമ്പിൽ ശിഷ്യത്വം സ്വീകരിക്കുന്നവനെ കുറച്ച് കഴിയുമ്പം വചനം അവനെ ഒരു അപ്പസ്തോലനായിട്ട് ഉയർത്തിയിരിക്കും. വചനത്തിൻ്റെ മുമ്പിൽ ഇരിക്കുന്നവരെ സ്വീകരിക്കുന്നവരെ കുറേ കഴിയുമ്പോൾ പരിശുദ്ധാത്മാവ് അപ്പസ്തോലനായിട്ട് അവരെ ഉയർത്തിയിരിക്കും. അതും വചനത്തിൻ്റെ ഒരു നിയമമാണെന്ന് സർവ്വത്തിൽ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ 1995 എൻ്റെ ആത്മീയ ഗുരുക്കന്മാരുടെ ചെല്ലുമ്പോൾ ഞാൻ 22 വയസ്സ് 21 വയസ്സ് പ്രായമുള്ളൂ. ബൈബിളും തുറന്ന് പിടിച്ച് ഇങ്ങനെ ഇരുന്ന് വചനം പഠിക്കുക. 3.5 വർഷം ഞാൻ പഠിച്ച് വചനം പഠിച്ച് ശിഷ്യനായിട്ടിരിക്കുക, സ്വീകരിച്ച് എളിമയോടെ ഇരിക്കും. എളിമപ്പെടാൻ പറഞ്ഞു, ആടിക്കുത്തി നല്ല വഴക്കൊക്കെ തരും, നല്ല ശാസനം തരും, നല്ല ശിക്ഷണം തരും, മൊത്തം സ്വീകരിക്കുക. 10 പ്രമാണങ്ങളൊക്കെ അതേപടി അനുസരിക്കണമെന്ന് പറയും. അതേപടി ഇരുന്നു വെള്ളം ചേർക്കരുത് പറയുക. അതായത് 2 കൊരിന്ത്യർ 2:17 പറയുന്ന പോലെ ദൈവത്തിൽ മായം ചേർക്കരുത്, ഒന്നും ചേർക്കും. നേരെ വചനം ഭക്ഷിക്കണം. വചനം നേരെ ഭക്ഷിച്ചാൽ നല്ല കയ്പാണ്. പ്രസലോഷം ഇച്ചിരി നമ്മൾ മധുരമൊക്കെ ഇടുകയാണെങ്കിൽ മധുരം. പ്രസലോഷം വചനം നേരെ ഭക്ഷിച്ചാൽ ജീവിതത്തിൽ മാറ്റം വരുത്തേണ്ടി വരും. പലതും എടുത്ത് കളയേണ്ടി വരും. പ്രസലോഷം പലതിനോടും നോ പറയേണ്ടി വരും. അപ്പോൾ ഒരു വേദനയുണ്ട്, അത് എടുക്കണം. ഗുരു പറയും ഇത് ചെയ്യാൻ പറയും. പ്രസലോഷം അങ്ങനെ 3.5 വർഷത്തെ കഠിനമായൊരു കാലഘട്ടം. അപ്പം അത് കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, പോയി സുവിശേഷം പ്രസംഗിച്ചു. സർവ്വത്തിൽ പറഞ്ഞു ഹല്ലേലൂയ, ഇനി പോയി സുവിശേഷം പ്രസംഗിച്ചു. ശിഷ്യൻ കുറച്ച് കഴിയുമ്പോൾ ഗുരുവിനെ പോലാകും. സർവ്വത്തിൽ പറഞ്ഞു ഹല്ലേലൂയ. കയ്യെടുത്ത് കർത്താവിനെ സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ഈ ഒരു ഗ്രോത്ത് ഉണ്ടാകണം. ഈ ഉണ്ടായിട്ടുണ്ട് തീർച്ചയായിട്ടും. കേരള സഭയുടെ ലോകസഭയുടെ ചരിത്രം പഠിക്കുമ്പോൾ ഈ കേരള സഭയിലെ ധ്യാന കേന്ദ്രങ്ങളിൽ ദൈവത്തിൻ്റെ വചനം സ്വീകരിച്ച് ഒത്തിരി മക്കളുണ്ട്. ആ ശിഷ്യത്വം സ്വീകരിച്ച മക്കൾ അവരെല്ലാം ഇന്ന് കർത്താവിൻ്റെ വലിയ സുവിശേഷ പ്രഘോഷകരായി സഭ മുഴുവനും കർത്താവ് കൂട്ടിക്കൊണ്ടു പോകുന്നുണ്ട്. ശ്രവണത്തിൽ പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നാൽ ചില ആൾക്ക് അത് ആകാൻ പറ്റിയിട്ടില്ല. ആകാൻ പറ്റാതെ പോയതിൻ്റെ കാരണം ചിലപ്പോഴൊക്കെ നമ്മൾ ധ്യാനങ്ങൾക്കും ശുശ്രൂഷകൾക്കും വെറും ഭൗതികമായ നന്മകൾ മാത്രമാണ്. നമ്മളിപ്പോൾ അന്തോണീസ് പുണ്യാളച്ചൻ്റെ രൂപത്തിൻ്റെ അടുക്ക് പോകുന്ന പോലെ അങ്ങനെയാണ് ഞങ്ങളുടെ അടുക്കൽ നിങ്ങൾ വരുന്നതെങ്കിൽ നിങ്ങൾ ശിഷ്യത്വം സ്വീകരിക്കുന്നില്ല, നിങ്ങൾ അനുഗ്രഹം മാത്രമേ സ്വീകരിക്കുന്നുള്ളൂ. ശ്രവണത്തിൽ പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പം അതുകൊണ്ട് കാര്യം നിലനിൽക്കുകയില്ല. ഒരിക്കലും നീ ഗുരു ആകത്തില്ല, ഒരിക്കലും നീ അപ്പസ്തോലനാകത്തില്ല. അപ്പസ്തോലനാകണമെങ്കിൽ ദിനത്തിനെ മുഴുവനായിട്ടും അടിമ വെച്ച് പരിശുദ്ധാത്മാവിനെ അടിമ വെച്ച് വചനത്തിന് മുമ്പിൽ ഇരിക്കണത്. സർവ്വത്തിൽ ഹല്ലേലൂയ. മർത്തയും മറിയം കർത്താവിൻ്റെ പാദാന്തികത്തിൽ ഇത് വചനം കേട്ടുകൊണ്ടിരിക്കുക, വചനം ഭക്ഷിച്ചുകൊണ്ടിരിക്കുക, വചനം ഭക്ഷിച്ചുകൊണ്ടിരിക്കുക. സർവ്വത്തിൽ ഹല്ലേലൂയ. സ്തുതിച്ചേ 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 ഒറ്റകൾ ഈശോയെ സ്തുതിച്ചേ സ്തുതിച്ചേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അപ്പോഴാണ് നമുക്ക് വചനം ഭക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ വചനത്തിൻ്റെ വെളിപാടുകൾ മനസ്സിലാവും, ദർശനങ്ങൾ കിട്ടും, പരിശുദ്ധാത്മാവ് നമ്മൾ സംസാരിക്കാൻ തുടങ്ങും, കൃപ പ്രവർത്തിക്കാൻ തുടങ്ങും, അടയാളങ്ങൾ കാണാൻ പറ്റും. കാരണം വചനത്തിന് വചനം സ്വീകരിക്കുക, ഭക്ഷിക്കുക, വേറെ ഒന്നുമില്ല. അത് മാറ്റമുണ്ട്, ശരിക്കും മാറണം. സർവ്വത്തിൽ പറഞ്ഞ ഹല്ലേലൂയ. നമ്മളിൽ പലരുടെയും കുഴപ്പം വെച്ചാൽ വണ്ടിയെ കയറി ഇരുന്ന് യാത്ര ചെയ്യുന്നവരാണ്, വണ്ടി ഓടിക്കുന്നവരല്ല. എന്നും ആഗ്രഹിക്കുന്നത് ആരെങ്കിലും എന്നെ ഓടിച്ചുകൊണ്ട് പോകണമെന്നോ. സർവ്വത്തിൽ പറഞ്ഞ ഹല്ലേലൂയ. ഓടിക്കുന്നില്ല. നമ്മൾ ഓടിക്കണം എന്നുണ്ടെങ്കിൽ അതിന് പരിശീലനം ആവശ്യമാണ്. വചനം ഭക്ഷിച്ച് വചനത്തോട് വിധേയപ്പെട്ട് അനുസരണപ്പെട്ട് അപ്പസ്തോലന്മാർ എങ്ങനെയാണോ കർത്താവിൻ്റെ വചനത്തെ ഭക്ഷിച്ചത് അതുപോലെ ചെയ്താൽ മാത്രമേ പറ്റുള്ളൂ. കൈയടിച്ച് കർത്താവ് എന്ന് പറഞ്ഞ ഹല്ലേലൂയ. 2 കരം എടുത്ത് പറഞ്ഞ ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അപ്പോഴാണ് നമുക്ക് ഈ പരിശുദ്ധാത്മാവിൻ്റെ വചനം, ഈശോ ബൈബിളിൽ പറഞ്ഞ മുഴുവൻ വചനവും സത്യമാണെന്ന് നമുക്ക്. പിശാചുക്കളൊക്കെ മനുഷ്യനെ ഇറങ്ങിപ്പോന്ന് കാണുമ്പോൾ ഉണ്ടത് ദുഷ്ടാരൂപികൾക്ക് ലോകത്തിൽ ഒരുപാട് കുടുംബങ്ങളെ തകർക്കുന്ന കണ്ടു, ഒരുപാട് യുവതികളെ യുവാക്കളെ നശിപ്പിക്കുന്ന കണ്ടു, ഒരുപാട് മക്കൾ നശിപ്പിച്ച് കളയാൻ.
പക്ഷേ അതിനുശേഷം ഈ പരിശുദ്ധാത്മാവാണ് നമുക്ക് ഈ കൃപ കാണിച്ചു ഇത് ദുഷ്ടാരി പ്രവർത്തനം, അതിങ്ങനെ ചെയ്യും, ഇതിൻ്റെ പോലെ ചെയ്യും, ഇത് കൃപയെ പ്രവർത്തിക്കും. സർവ്വപ്പെടുത്തി ഹല്ലേലൂയ. ചിലപ്പോഴൊക്കെ ഞങ്ങളുടെ പ്രാർത്ഥനാ ശൈലികൾ ആളുകൾ എടുക്കും, പ്രൈസ് ദി ലോർഡ്, പക്ഷേ പ്രാർത്ഥന എടുക്കില്ല. സർവ്വപ്പെടുത്തി ഹല്ലേലൂയ. പ്രാർത്ഥനാ ശൈലിയിൽ എടുക്കേണ്ടത് വചനമാണ് എടുക്കേണ്ടത്. ഹല്ലേലൂയ. പ്രാർത്ഥനാ ശൈലി എടുക്കണം, വചനം എടുക്കണം. വചനമാകുന്ന വാളെടുക്കണം. അപ്പോഴാണ് തിന്മയുടെ രൂപികൾ വിട്ടുപോകുന്നത് കാണാൻ പറ്റും. കൈയടിച്ച് കർത്താവ് പറഞ്ഞ യേശുവേ സ്തുതിക്കുക. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഒരു വലിയൊരു അത്ഭുതം മണക്കരയുണ്ടായ സംഭവം പറയാൻ ആഗ്രഹിക്കുക. അത് ഇന്നിപ്പോൾ ഓർക്കാൻ കാരണം അത് ഞങ്ങൾക്ക് അറിയാവുന്നൊരു സംഭവിച്ച കാര്യമുണ്ട്. 4 വർഷം മുമ്പുണ്ടായ ഒരു മിറക്കിൾ. അതിൽ അവർ സ്ഥിരം ഇങ്ങനെ 3 വർഷമായിട്ട് ആദ്യ ശനിയാഴ്ച ഈ സൗഖ്യം കിട്ടിയവരുടെ അപ്പനും അമ്മയും ഒന്ന് പ്രാർത്ഥിക്കാൻ വരും. സംഭവം ഇതാണ് ഒരു മകളുടെ ചരിത്രം. ഇന്നലെയോ പേരൻസ് വന്നു ഈ മകളുടെ അപ്പനും അമ്മേൻ്റെ അടുത്ത് നന്ദി പറയാൻ വേണ്ടി വന്നുകൊണ്ട് പറയാം. സർവ്വപ്പെടുത്തി ഹല്ലേലൂയ. അത് ഈ കൊച്ചിൻ്റെ മെഡിസിൻ ഇൻ്റർനാഷണൽ പോകുന്ന സമയമായപ്പോൾ ഈ കൊച്ചിൻ്റെ 2 കണ്ണുകൾക്ക് കാഴ്ചയ്ക്ക് പ്രശ്നം. കാഴ്ച കംപ്ലീറ്റ് പോകാൻ തുടങ്ങി. ഒരു രക്ഷയില്ല. 2 കണ്ണും കേടുപിടിച്ചു, മോശമായി, പ്രശ്നമായി. അവസാനം ഒട്ടും കാഴ്ചയില്ലാതെ കൊച്ച് കംപ്ലീറ്റ് ബ്ലൈൻഡായി. ഡോക്ടർമാരെ മാക്സിമം ചികിത്സ ചെയ്ത് നോക്കിയിട്ടും ഒരു രക്ഷപ്പെടുന്നില്ല. അപ്പോൾ ഇവർ ചെയ്തുകാർ പറഞ്ഞു, ഈ 2 കണ്ണ് ഇനി കൊള്ളത്തില്ല, അതുകൊണ്ട് എടുത്ത് കളഞ്ഞിട്ട് വേറെ 2 കണ്ണെടുത്ത് വെക്കണമെന്ന്. അങ്ങനെ അവർ സങ്കടത്തോടെ വേദനയോടെ ആ നാളുകൾ തള്ളി നീക്കിക്കൊണ്ടിരിക്കുക. ആ നാളുകളിൽ ആരോ മരിച്ചു കഴിഞ്ഞപ്പോൾ അവരുടെ 2 കണ്ണുകൾ കിട്ടിയിട്ട് ഈ കൊച്ചിന് ഒരു 16-17 വയസ്സ് പ്രായമുള്ള 18 വയസ്സ് പ്രായം അതിൻ്റെ കൊച്ചിന് ഈ 2 കണ്ണുകൾ വെച്ച് കൊടുത്തു. പ്രശ്നമാണ്. അങ്ങനെ ഈ കൊച്ചിന് കാഴ്ച കിട്ടി. അപ്പോൾ എല്ലാവർക്കും സന്തോഷമായി, വീട്ടിലെ സന്തോഷം. ഈ കൊച്ചിൻ്റെ അപ്പനും അമ്മയും അധ്യാപകർ ഒരു സ്കൂൾ, ഇപ്പോൾ 2 പേരും രണ്ട് സ്കൂളിലെ HMകളാണ്. അവർക്കുള്ള ആകെ ഒറ്റ മോളാണ് ഇവരുടെ, ഒറ്റ മോളാണ്. ഒരു പൊന്നുപോലെ സ്നേഹിച്ച് വളർന്ന കൊച്ച, പക്ഷേ വലിയ പ്രശ്നമാണ്. അപ്പോൾ ഇവർ ചെറുകാരി ഇങ്ങനെ കണ്ണ് വീണ്ടും എടുത്തു വെച്ചു, കാഴ്ച കിട്ടി, സന്തോഷമായി. പക്ഷേ സംഭവിച്ച് 2-3 മാസം കഴിഞ്ഞപ്പോഴത്തേക്കും, കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്കും ഈ 2ാമത് വെച്ച് ഈ കണ്ണുകൾ 2ൻ്റെയും കാഴ്ച പതുക്കെ കുറയാൻ തുടങ്ങി. നല്ല സ്മാർട്ടായ നല്ല ബുദ്ധിമതിയായ ഒരു കുട്ടിയുടെ 2 കണ്ണും വീണ്ടും 2ാമത്തെ കണ്ണിൻ്റെ വീണ്ടും വെച്ച കണ്ണ്, ട്രാൻസ്പ്ലാന്റ് ചെയ്ത കണ്ണിന് കാഴ്ച അതിന് പോവുക. ആദ്യം കുഴപ്പമൊന്നുമില്ലായിരുന്നു, വ്യക്തമായിട്ട് കാണാമായിരുന്നു. ഞങ്ങൾക്ക് കുറഞ്ഞിട്ടൊരു 90% മുകളിൽ കണ്ണിന് കാഴ്ച പോയി. 95 ഇല്ല. അപ്പോൾ ആകെ കുടുംബം തകർന്നു. എന്ത് ചെയ്യണമെന്നറിയില്ല. അപ്പോൾ ആരെങ്കിലും പറഞ്ഞു അച്ഛൻ്റെ അടുത്ത് കൊണ്ടുപോകാൻ പറഞ്ഞു. അങ്ങനെ ഈ പേരൻസ് ഒരു വെള്ളിയാഴ്ച ദിവസം എൻ്റെ അടുത്ത് കയറുന്നു. ഇനി ഈ വചനം നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ജ്ഞാനം കിട്ടും. സർവ്വപ്പെടുത്തി ഹല്ലേലൂയ. ഒരു സംഭവം കാണുമ്പോൾ ഇതിനകത്ത് എന്താണ് പ്രശ്നം എന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞു തരും. അപ്പോൾ ഇവരെൻ്റെ അടുത്ത് വന്നു, ഈ കുട്ടിയെ കൊണ്ടുവന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ ചില അസ്വസ്ഥത കാണിക്കുന്നു. പെട്ടെന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞു, ഇപ്പം പ്രാർത്ഥിക്കരുത്, ഇപ്പം പ്രാർത്ഥിക്കരുത്. ഈ കൊച്ചിനെ ധ്യാനത്തിന് കയറ്റാൻ പറയും. ഇവരോട് 3 പേരോടും കൂടെ ധ്യാനം കൂടാൻ പറയും. പിറ്റേ ദിവസം ധ്യാനം തുടങ്ങും, ശനിയാഴ്ച ധ്യാനം തുടങ്ങാം. ഞാൻ പറഞ്ഞു, പേരൻസ് നിങ്ങൾ 2 പേരും ഓഫ് എടുത്ത് നിങ്ങൾ മോളെയും കൂട്ടിക്കൊണ്ട് ധ്യാനം കൂടാൻ പറയും. ശ്രമപ്പെടുത്തി ഹല്ലേലൂയ. ഞാൻ പറഞ്ഞു ഈശോ ഇടപെടും, നിങ്ങൾ കൂടിക്കോളാം. അപ്പോൾ ഈശോനോട് ചില കാര്യങ്ങൾ പറയുന്നുണ്ട്, ആ കുടുംബവുമായി ഒരുപാട് കാര്യങ്ങൾ. അതൊന്നും ഞാൻ ഇവരോടൊന്നും പറയും, നിങ്ങൾ ധ്യാനം കൊടു. അവർ അന്നപ്പോൾ എളിമപ്പെട്ട ഒരു പിറ്റേ ദിവസം ഇവർ 3 പേരും ധ്യാനത്തിന് കയറി. ശ്രമപ്പെടുത്തി ഹല്ലേലൂയ. അപ്പോൾ ഈ കൊച്ചിനോട് ഈ മോളോട് വരുമ്പോൾ അപ്പനും അമ്മയും കൈക്ക് പിടിച്ചോണ്ട് വരുന്നു. കൊച്ചിങ്ങനെ നമ്മൾ നിൽക്കുന്ന പോലെ അറിയത്തില്ല, നമ്മൾ കാണത്തില്ല. ഞാൻ ചോദിച്ചു, മോളെ നിനക്ക് എന്നെ കാണാമോ? ഒരു പ്രകാശം പോലെ കാണും. 2ാമത് വെച്ച കണ്ണാണ്. ആദ്യത്തെ 2 കണ്ണും എടുത്ത് കളഞ്ഞു. 2ാമത് വെച്ച കണ്ണിൻ്റെ അവസ്ഥയെടുത്ത് ഒരു രക്ഷയില്ല, ജീവിതം തീരാൻ പോവാണ്. ധ്യാനത്തിന് കയറി. ധ്യാനത്തിൻ്റെ ഇങ്ങനെ ആളുകൾ ഇങ്ങനെ സഹായിച്ചാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകുന്നു. ആരെങ്കിലും ഇല്ലാതെ ഒരു അടി പോലും കൊച്ചു നീങ്ങത്തില്ല, ഇത്ര പ്രശ്നത്തില്ല. അങ്ങനെ ധ്യാനത്തിൻ്റെ അവസാനം ഇടയ്ക്കുറത്തി. അപ്പോൾ എന്നോട് ശുശ്രൂഷ വച്ചാൽ അവർ ഇടയ്ക്കിടയ്ക്കെല്ലാം ചോദിക്കുന്നു, അച്ഛനൊന്ന് കാണും. ഞാൻ പറഞ്ഞു അതിനൊരു സമയമുണ്ട്, അപ്പം കണ്ടോളാം. പ്രസലോഷ് കാരണം പരിശുദ്ധാത്മാവ് വെളിപാട് തരും, എപ്പോൾ ചെയ്യണം, എങ്ങനെ ചെയ്യണം, എങ്ങനെ ചെയ്യരുത്. എന്താണ് ബന്ധനം, പ്രശ്നം വെളിപ്പെട്ട് കിട്ടും. അത് മുഴുവൻ കിട്ടുന്നത് ഒറ്റ വഴിയിലൂടെയാണ്. വചനം ഭക്ഷിക്കണം. ദൈവവചനം തന്നെ ഭക്ഷിച്ച് ശിഷ്യനായിത്തീരണം. ആദ്യം ശിഷ്യനാകുക, ശിഷ്യത്വം വഹിക്കുക.
പരിശുദ്ധ അമ്മ പറഞ്ഞ ഏറ്റവും വലിയ വാക്കെന്താ? ഏറ്റവും വലിയ വചനം എന്താ? ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വചനം പോലെ നിറവേറട്ടെ. അമ്മ പരിശുദ്ധ വചനത്തിന് മുമ്പിൽ, ദൈവവചനത്തിന് മുമ്പിൽ വെളുവപ്പെട്ട് നിൽക്കുക, സ്വീകരിക്കുക, ശിക്ഷത സ്വീകരിക്കുക. വേറൊന്നും വചനം കേൾക്കുമ്പോൾ വചനം ഒരു ശിഷ്യനെ തരാൻ പോകും. വേറൊന്നും ഡിസൈപ്പിള്. ഫസ്റ്റ് ഓഫ് ഓൾ യു മേ ബിക്കം എ ഡിസൈപ്പിൾ. അല്ലാണ്ട് വേറൊരു വഴിയില്ല. സർവ്വത്തിൽ ഹല്ലേലൂയ. എന്നിട്ട് സംഭവിച്ചത് അവസാനം ഈ കുട്ടിയെ, അപ്പോൾ അവസാനം എൻ്റെ അടുത്ത് ഈ കുട്ടിയെ കൊണ്ടുവരുന്നത്. അപ്പം ഞാൻ ഒരു സമയത്ത് പറഞ്ഞു ഇപ്പം കൊണ്ടുവരാൻ പറയും. അപ്പം എല്ലാവരും ഏകദേശം എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ച് കഴിഞ്ഞു. ലാസ്റ്റ് പ്രാർത്ഥിക്കാൻ വേണ്ടി കുട്ടിയെ കൊണ്ടുവരും. അപ്പം എൻ്റെ മുറിയിൽ 5-10 പേരുണ്ട്. വരികയും ഈ കുഞ്ഞിലെ പൈശാചിക ശക്തികളൊന്നും ഇളകി. മാനസിക വിഭ്രാന്തിയൊന്നുമില്ല കൊച്ചു കാണിക്കുന്നത്, സൈക്കോളജിക്കൽ പ്രശ്നമൊന്നുമില്ല, ഒറിജിനൽ ഈവിൾ സ്പിരിറ്റാണ്. പേടിച്ചു. അതെ, എൻ്റെ കൂടെയുള്ള 5-10 പേരെങ്കിലും ഈ കുഞ്ഞ്, ഒരു 40 കിലോ പോലും ഇല്ല കുട്ടിക്ക്. 10 പേര് പിടിച്ചപ്പോൾ കുട്ടിയെ കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. ബിയോണ്ട്. ഞാൻ ഒന്നും ചെയ്തില്ല. ഞാൻ അവിടെ കസേര ഇടയ്ക്കിരിക്കും, എഴുതി പ്രാർത്ഥിക്കും ഈശ്വരനാമത്തിൽ. ഓരോ മേഖല ഈശ്വർ, ഇന്ത്യനെ ബന്ധിക്കും, മന്ത്രവാദം ബന്ധിക്കുക, സേവകളെ ബന്ധിക്കുക, ഓരോ ചോകരും വെച്ച് ഓരോ ഇവർ പോയിട്ടുള്ള അന്ധവിശ്വാസത്തിൻ്റെ ഓരോ മേഖലകളെ ബന്ധിക്കാൻ പറയും, ഓരോ പാപത്തെ ബന്ധിക്കാൻ. അപ്പം ആ സമയത്ത് അന്നോ തോന്നിക്കും പ്രേരണ അവരെങ്കിലും ബന്ധിച്ചോണ്ട് പ്രാർത്ഥിച്ചോണ്ട്. പ്രാർത്ഥന അങ്ങനെ കൊച്ചിങ്ങനെ ബോധം കിട്ടും, നിലത്ത് കിടന്നു ഉണരുന്നില്ല, എഴുന്നേൽക്കുന്നില്ല. അപ്പം എനിക്ക് അടുത്ത കുർബാനയ്ക്ക്, പരിശുദ്ധ കുർബാനയ്ക്ക് വേണ്ട സമയമായി. പരിശുദ്ധമാവേ ഞാൻ എന്നെ ചെയ്യണം, ഇതിപ്പോൾ ഇങ്ങനെ ഇരിക്കുന്നു, ആളുകളുണ്ട്, എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, ഇങ്ങനെ ബോധം കെട്ട് കിടക്കുന്നു, ഇടയ്ക്കിളകും, ഇങ്ങനെ പ്രത്യേക രീതിക്ക്. പരിശുദ്ധമായ ഒന്നുമില്ല. അതിനോട് പറഞ്ഞു, ഓയ് ആ കുഞ്ഞ് സുഖപ്പെട്ട് കഴിഞ്ഞു. നീ പറ ശുശ്രൂഷകരോട് ആ കൊച്ചിനെ എടുത്തുകൊണ്ട് ഡോർമെട്രി കൊണ്ട് കിടത്തിക്കോളാൻ പറയേ, നാളെ എഴുന്നേൽപ്പിച്ചാൽ മതി, ബാക്കി ഞാൻ ചെയ്തിട്ടുണ്ടെന്ന് പരിശുദ്ധാത്മാവിനോട് പറഞ്ഞു. സംഭവിക്കുന്നത് കുഞ്ഞു പോയി ഇവരെ എടുത്തുകൊണ്ട്, ഈ കൊച്ചിനെ എടുത്തുകൊണ്ട് കട്ടിലേക്ക് കൊണ്ട് കിടത്തി. ബാക്കി ധ്യാനവും ആരാധനയെല്ലാം കഴിയുന്നുണ്ട്. വേണ്ട അഭിഷേകം കിട്ടി. കർത്താവിൻ്റെ പദ്ധതികൾ രഹസ്യമല്ലേ, നമ്മൾ പരസ്യമായിട്ട് വരുന്നതല്ലോ കൃപ. കൃപ വരുന്നപ്പോഴും രഹസ്യമായിട്ട് വരുള്ളൂ. സ്തുതിക്കുന്നു. വചനം ഹൃദയത്തിൽ സൂക്ഷിക്കുമ്പോൾ രഹസ്യമായിട്ട് കൃപ വരുള്ളൂ, പരസ്യമായിട്ടല്ലേ വരും. ഹല്ലേലൂയ. സംഭവിച്ചത് പ്രഭാതത്തിൽ കൊച്ച് അന്ന് കിടന്നുറങ്ങി. രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ ഈ കുഞ്ഞിൻ്റെ 2 കണ്ണുകളും കാഴ്ച പൂർണ്ണമായിട്ടും കർത്താവ് കൊടുത്ത്, കർത്താവ് ശരിക്കും ഒരു ഉയർപ്പാണ് സംഭവിച്ചത്. ശരിക്കും റിസറക്ഷൻ ദൈവവചനത്തിൻ്റെ ശക്തിയാണ് സംഭവിക്കുന്നത്. പരിശുദ്ധമായ പ്രവർത്തനം നടക്കുന്നത്. നേരം കണ്ട കാര്യം. ഇതിന് കാരണം എന്താ? നിങ്ങൾക്ക് അച്ഛന് അല്ലെങ്കിൽ പട്ടത്തച്ഛന് വചനം കൊടുക്കുമ്പോൾ ഇങ്ങനെ അടയാളങ്ങൾ, അല്ലെങ്കിൽ ഇവിടെ അച്ഛന്മാർ കൊടുക്കുമ്പോൾ അടയാളം അഭിഷേകമുണ്ട്. ദൈവവചനം ജീവനോടെ ആര് അതിൻ്റെ വിശ്വസ്തത കാണിച്ച് പങ്കുവയ്ക്കുന്നുവോ അവരുടെ കരങ്ങളിലൂടെ ദൈവം പ്രവർത്തിക്കുമെന്ന് ദൈവം കൽപ്പിച്ചിട്ടുണ്ട്. ദൈവം പ്രവർത്തിക്കും, ദൈവം പറഞ്ഞിട്ടുണ്ട്, ഉറപ്പാണ്, അരുളിച്ചേർന്നിട്ടുണ്ട്, യാതൊരു സംശയമില്ല. പക്ഷെ അതിനകത്ത് വെള്ളം ചേർത്താൽ പ്രവർത്തിക്കില്ല. ആരെങ്കിലും ഇഷ്ടപ്രകാരം വചനത്തെ വളയ്ക്കാൻ തുടങ്ങിയോ പരിശുദ്ധമാവ് വളയത്തില്ല. ഏതെങ്കിലും വ്യക്തിയോട് പ്രത്യേക താല്പര്യം കാണിച്ചു തുടങ്ങിയോ ഇത് തീർന്നു. ഏതെങ്കിലും പ്രത്യേക കാര്യങ്ങൾ വെച്ച് പ്രവർത്തിക്കത്തില്ല. ഇത് ദൈവവചനത്തോട് മാത്രം വിശ്വസ്തത പുലർത്തുമ്പോൾ ഈ ആത്മാവ് അവിടെ പ്രവർത്തിക്കുക ചെയ്തിരിക്കും.